കഴിഞ്ഞ ദിവസമാണ് പ്രതിശ്രുത വധു കൊക്കയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ സിയ, കാമുകനായ ചേതൻ എന്നിവർ അറസ്റ്റിലാവുകയും ചെയ്തു. കേതനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇത്തരത്തിൽ ഇരുവരും അറസ്റ്റിലായത്. സംസാരിക്കുമ്പോഴുള്ള കേതന്റെ വിക്കൊക്കെ സിയയ്ക്ക് പ്രശ്നമായിരുന്നു. എന്നാൽ പിന്മാറാൻ കേതൻ സമ്മതിച്ചില്ല എന്നാണ് സിയ പറയുന്നത്. ഒടുവിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അതേസമയം ഈ വാദങ്ങൾക്കെല്ലാം എതിരാണ് ഇൻസ്റ്റാഗ്രാമിൽ സിയ പങ്കുവച്ച കേതനോടൊപ്പമുള്ള ദൃശ്യങ്ങൾ. പ്രതികൾ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഡിജിറ്റൽ തെളിവുകൾ പ്രതികൾ നശിപ്പിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ശക്തമായി ഉള്ളത്. ഇത് കോടതിയിൽ തിരിച്ചടിയാവാതിരിക്കാനായി പരമാവധി തെളിവുകൾ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പൂനെയ്ക്കടുത്തുള്ള ലോഹഗഡ് കോട്ടയിലെ മലയിടുക്കിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തിയ കേതൻ അഗർവാളിന്റെ മരണത്തിന് പിന്നിൽ മകൻ ഹെയർവിക്ക് ഉപയോഗിച്ചതാണ് കാരണമെന്ന വാദങ്ങൾ പിതാവ് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. മകന് നേരിയ തോതിൽ മുടികൊഴിച്ചിൽ ഉണ്ടായിരുന്ന കാര്യം വിവാഹ നിശ്ചയത്തിന് ഏറെ മുമ്പ് തന്നെ സിയ ഗോയലുമായും അവളുടെ കുടുംബവുമായും തുറന്ന് സംസാരിച്ചതായും വിശാൽ അഗർവാൾ പറഞ്ഞു. ചില ആരോഗ്യപരമായ കാരണങ്ങളാൽ കേതന് ഒരു ചെറിയ ഭാഗത്ത് മുടികൊഴിച്ചിൽ ഉണ്ടായിരുന്നു. എന്നാൽ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം വ്യക്തമായി അവരെ അറിയിച്ചിരുന്നതാണ്. വിശാൽ അഗർവാൾ വ്യക്തമാക്കി. അവൾക്ക് ഇതിൽ എന്തെങ്കിലും വിയോജിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ വേണ്ട എന്ന് പറയാമായിരുന്നു. സിയയ്ക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അത് ലളിതമായി വേണ്ടെന്ന് വെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇത്തരത്തിൽ കേതന് ഇച്ചിരി വിക്കുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ സിയയ്ക്ക് പ്രശ്നമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വിശാൽ അഗർവാൾ കുടുംബത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായ സക്സസ് ഗ്രൂപ്പിന്റെ ഡയറക്ടറും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറുമായ 25-കാരനായ കേതൻ അഗർവാൾ കോട്ടയിൽ നിന്ന് വീണാണ് മരിച്ചത്. ഈ മരണം ഒരു അപകടമല്ലെന്നും കേതന്റെ പ്രതിശ്രുത വധു 20-കാരിയായ സിയയും അവളുടെ കാമുകൻ 22-കാരനായ ചേതൻ ചൗധരിയും ചേർന്നൊരുക്കിയ ആസൂത്രിത കൊലപാതകമാണെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ട്രക്കിങ്ങിനിടെ കേതൻ കാൽവഴുതി വീണു എന്നാണ് സിയ കുടുംബാംഗങ്ങളെ വിശ്വസിപ്പിച്ചതിനെ തുടർന്ന് കേസ് ആദ്യം അപകട മരണമായാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ കോട്ടയിലെ ടിക്കറ്റ് കൗണ്ടറിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചതോടെയാണ് സംഭവത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ ഹൂഡിയും ഷോർട്സും ധരിച്ച ഒരാൾ ഈ ദമ്പതികൾക്ക് തൊട്ടു പിന്നാലെ നടന്നു പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് ആ പ്രദേശത്ത് 33 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ ഒരു ഭാഗത്ത് ഹൂഡി ധരിച്ചയാൾ പെട്ടെന്ന് താഴെ ഇരിക്കുമ്പോൾ സിയ തിരിഞ്ഞു നോക്കുന്നത് കാണാം. ഈ വ്യക്തി ചേതൻ ചൗധരിയാണെന്ന് പോലീസ് പിന്നീട് തിരിച്ചറിഞ്ഞു. സംഭവത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സിയ നിരന്തരമായി ലോഹഗഡ് കോട്ട സന്ദർശിക്കാൻ കേതനോട് പറഞ്ഞിരുന്നു. മെയ് 31-ന് അവൾ കേതനെ അവിടെ കൊണ്ടുപോയി. ജൂൺ 4-ന് വീണ്ടും പോകണമെന്ന് നിർബന്ധിച്ചെങ്കിലും കേതന്റെ അമ്മ അത് തടഞ്ഞു. പിന്നീട് ജൂൺ 14-ന് അവൾ കേതനെ മലയിടുക്കിൽ നിന്ന് തള്ളി താഴെയിടാൻ ശ്രമിച്ചെങ്കിലും അവൻ ഒരു കാട്ടുചെടിയിൽ പിടിച്ച് രക്ഷപ്പെട്ടു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു എന്നാണ് സിയ മറുപടി പറഞ്ഞത്. ബാലിയിൽ നിശ്ചയിച്ചിരുന്ന പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിന് പോകുന്നതിന് മുൻപ് തന്നെ കേതനെ കൊലപ്പെടുത്താനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് പോലീസ് പറയുന്നു. എന്നാൽ കേതന്റെ പാസ്പോർട്ട് കാണാതായതിനെ തുടർന്ന് ഈ യാത്ര റദ്ദാക്കുകയായിരുന്നു. സിയയും ചേതനും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ട സംഭാഷണങ്ങൾ ഉൾപ്പെടെ 5000-ഓളം ഫോൺ കോളുകൾ നടന്നതായി കോൾ റെക്കോർഡ് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇരുവരെയും കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവാഹ നിശ്ചയം റദ്ദാക്കി ഒളിച്ചോടിയാൽ അത് കുടുംബത്തിന് വലിയ അപമാനമാകുമെന്ന് ഭയന്നതിനാലാണ് സിയ വിവാഹം വേണ്ടെന്ന് വെക്കാതിരുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു.